ശ്രീ നിസാം സെയ്ദ്, താങ്കൾക്കും കോൺഗ്രസിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല വ്യക്തതയുള്ള ആളാണ്. ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ എങ്ങനെ ജയിക്കാം എന്നതിൽ ചില മാർഗങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക്, UDF കൺവീനർ എന്ന നിലയ്ക്ക് VD സതീശൻ ചില നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ സംശയം തോന്നുന്നത് എന്തുകൊണ്ടാണ് മറുവിഭാഗത്തിന്? അത് മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമമാണ് എന്ന ഒറ്റയടിക്ക് വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം VD സതീശൻ്റെ ഈ പ്രതികരണത്തിൽ ഉണ്ടോ? ഈ പറഞ്ഞത് 63 എന്ന ഒരു കണക്ക് പറയുന്നത് 2001 കണക്കാണ്. AK ആന്റണി മുഖ്യമന്ത്രിയായ 100 സീറ്റിൽ വിജയിച്ച ആ തെരഞ്ഞെടുപ്പ് ഫലം. അതിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. അതിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോഴത്തെ 21 കൂടെ 42 കൂടി ചേരണം. ആ 42 സ്ഥലങ്ങളിൽ, 42 മണ്ഡലങ്ങളിൽ ഓരോ നേതാക്കൾക്കും ചുമതല നൽകിക്കൊണ്ട് ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങിയാൽ നമുക്ക് പിടിക്കാം എന്ന് ഒരു പ്രതിപക്ഷ നേതാവിന് പറഞ്ഞുകൂടെ എന്നൊരു ചോദ്യമുണ്ടല്ലോ. സ്മൃതി, ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി പറഞ്ഞതുപോലെ ഇതൊരു സർവേ ആയിരുന്നില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇതൊരു പഠനം, നിലവിൽ നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ട് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുക മാത്രമായിരുന്നു ചെയ്തത് എന്നാണ് അറിയപ്പെട്ടത്. രഹസ്യ സർവേ നടത്തിയോ ഇല്ല എന്ന ചോദ്യത്തിന് അങ്ങ് ഒരു രഹസ്യ സർവേ നടന്നിട്ടില്ല എന്ന് തന്നെ ഉത്തരം നമ്മൾ പറയേണ്ടി വരും. പിന്നെ ഒരു പഠനം എത്തിച്ചേരാൻ, പഠനത്തിലേക്ക് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒത്തിരി മാർഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ തന്നെ കേരളത്തിലെ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് കഴിഞ്ഞു പോയ തെരഞ്ഞെടുപ്പുകളെ ആധാരമാക്കി നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് ചേലക്കര മണ്ഡലത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ്. ചേലക്കരയിൽ LDF വിജയിച്ചു, UDF പരാജയപ്പെടുത്തു. പക്ഷേ വളരെ പ്യുവർലി, വളരെ പൊളിറ്റിക്കലായി നടന്ന ഒരു മത്സരമായിരുന്നു അത്. അവിടെ സംഭവിച്ചത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 39,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ച LDFന് 11,000-ൽ പരം വോട്ടുകൾക്കാണ് ഈ പ്രാവശ്യം വിജയിക്കാൻ കഴിഞ്ഞത്. ലഭിച്ച വോട്ടുകളിൽ തന്നെ അത് 84,000 എന്നത് 68,000-ആയി കുറയുകയും ചെയ്തു. അതായത് ഭൂരിപക്ഷത്തിൽ 28,000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ടാകുന്നു. LDFന് ലഭിച്ച വോട്ടുകളിൽ 18,000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ടാകുന്നു. അപ്പോൾ ഇത്രയും രാഷ്ട്രീയമായി മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും വോട്ടുകളുടെ വ്യത്യാസമുണ്ടായെങ്കിൽ കേരളത്തിലെ പൊതുവായ ഫലം എന്തായിരിക്കും? ഇത്രയും 28,000 വോട്ടുകളുടെ ഭൂരിപക്ഷം കുറഞ്ഞാൽ കേരളത്തിലെ ഒരു പഠനം നടത്തിയാൽ ഏതാണ്ട് 22 മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഫലവുമായി നമ്മൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ LDFന് വിജയിക്കാൻ കഴിയുന്നത്. അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളൊരു അസംഷനിൽ നിന്ന് ഒരു പഠനം അവതരിപ്പിക്കുകയായിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ആ പഠനം അവതരിപ്പിച്ചപ്പോൾ നമുക്കറിയാം, കോൺഗ്രസിൽ രഹസ്യമായി ഒന്നും നടക്കുകയില്ല. കോൺഗ്രസിൽ വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ട്, ആളുകൾ പക്ഷേ പുറത്തറിയുന്ന വാർത്തകൾ എല്ലാം യഥാർത്ഥത്തിൽ നടന്ന് അതുപോലെ തന്നെയാണോ എന്നുള്ള കാര്യവും നമ്മൾ സംശയിക്കണം. പുറത്താര് വാർത്ത അറിയിക്കുന്നു എന്നുള്ളത് അവരവരുടെ താല്പര്യങ്ങളനുസരിച്ച് വാർത്തകൾക്ക് പല വ്യാഖ്യാനങ്ങളുണ്ടാകാം, വിശകലനങ്ങളുണ്ടാകാം. ഈ വാർത്തയെ ഇതെല്ലാം മാധ്യമ സൃഷ്ടി എന്ന് തള്ളിക്കളയുന്നുണ്ട്. ശരിയാണ്, മാധ്യമങ്ങളിൽ പല രൂപത്തിൽ വാർത്ത വരുന്നുണ്ട്. ഈ പല രൂപത്തിൽ വാർത്ത എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അവിടെ നിന്ന് തന്നെയാണല്ലോ ആവിർഭാവം, അതിനകത്ത് നിന്ന് തന്നെയാണല്ലോ കൊടുക്കുന്നത്. ഈ സർവേ എന്ന വാക്ക് എവിടെ നിന്ന് വന്നു? പാർട്ടിയിൽ സർവേ, ഒരു പഠനത്തെ സർവേ എന്ന് ഉപയോഗിച്ച വാക്കുകൾ ഉപയോഗിച്ച് തെറ്റാണ്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് AP അനിൽകുമാർ തന്നെ വാർത്തകളിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടതിൽ അത് അസ്വസ്ഥനായിരുന്നു. ഞായറാഴ്ച പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി നടന്നു. തിങ്കളാഴ്ച രാവിലെ PD സതീശൻ്റെ വീട്ടിൽ അദ്ദേഹം എത്തുകയും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും താൻ പറഞ്ഞ കാര്യങ്ങളല്ല, താൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല വാർത്തയായി വന്നതെന്ന് അദ്ദേഹം വിശദമാക്കാൻ ചെയ്തു എന്നാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ചു. അപ്പം ഈ പറയുന്ന വാർത്തകൾ ഈ രീതിയിലെല്ലാം സംഭവിച്ചത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്കുണ്ടാകുന്നതും ആശയ താല്പര്യങ്ങളുണ്ടാകുന്നതും സംഘർഷങ്ങളുണ്ടാകുന്നതൊന്നും പുതിയ കാര്യങ്ങളൊന്നുമല്ല. കോൺഗ്രസ് ഇരുമ്പുമറയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് പറയുന്ന പാർട്ടിയല്ല. പക്ഷേ കോൺഗ്രസിലെ ഗ്രൂപ്പുകളുടെ ഒരു നില എനിക്ക് അറിയാവുന്നിടത്തോളം കാലം, ഇപ്പം 80കളിലും 90കളിലും ഒക്കെ നമുക്കറിയാം, K കരുണാകരനും AK ആന്റണിയും ഈ പാർട്ടിയിൽ വിരുദ്ധ ഗ്രൂപ്പുകളെ നയിക്കുമ്പോൾ വെർച്വലി ഇത് രണ്ട് പാർട്ടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ചില ഒത്തുതീർപ്പുകളിലെത്തുന്ന രണ്ട് പാർട്ടിയായിരുന്നു. അത്തരം വലിയ ഭീമമായ ഗ്രൂപ്പ് വഴക്കുകളൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിലുണ്ട് എന്ന് ഞാൻ ശരിയാണ്. പഴയ കാലത്തെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. ആന്റണിയും കരുണാകരനും തമ്മിലൊക്കെ ഉണ്ടായിരുന്ന പോലുള്ള ഒരു തർക്കം അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ തന്നെ പല മണ്ഡലങ്ങളിൽ നിന്നും മാറ്റേണ്ടി വന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. അതിലേക്കൊന്നും തൽക്കാലം എത്തിയിട്ടില്ല. പക്ഷേ ഒരു കൊല്ലം കൂടി ബാക്കിയുണ്ടെന്ന് ആലോചിക്കണം.
ഒരു കൊല്ലം ബാക്കിയുള്ളപ്പോഴാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഒരാൾ 2 ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ പുറകിൽ നിന്ന് കുത്താൻ തുടങ്ങിയാണ്. പറഞ്ഞുകൊണ്ടിരുന്നത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ വലിയ യുദ്ധം നടക്കുന്നു എന്നുള്ളതായിരുന്നു. ഇന്നവർ ഒരുമിച്ച് ഒരു അഴിമതി ആരോപണത്തെക്കുറിച്ച് പത്രസമ്മേളനം നടത്തുന്നത് നാം കണ്ടു. പിന്നെ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം, പണ്ടൊക്കെ ഗ്രൂപ്പ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാന തലം വരെ കമാൻഡിങ് സ്ട്രക്ചറുള്ള ഒരു നെറ്റ്വർക്കായിരുന്നു. ഒരു ഏറ്റവും ടോപ്പിലിരിക്കുന്ന കെ കരുണാകരനെ പോലെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ AK ആന്റണിയെ പോലെയുള്ള ഒരാൾ ഒരു കമാൻഡ് കൊടുത്താൽ അത് ബൂത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന സ്ട്രക്ചറുള്ള സംവിധാനങ്ങളായിരുന്നു കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഇന്ന് അത്തരം ഗ്രൂപ്പുകളുടെ ഒരു കാർമ്മികത്വം ഒരാൾക്കും കോൺഗ്രസിൽ അവകാശപ്പെടാൻ കഴിയില്ല. അത്തരം ഒരു ഗ്രൂപ്പ് സ്ട്രക്ചറും ഇപ്പോൾ വളരെ ഫ്ലോട്ടിംഗ് ആയ, ആരോടാണ് ലോയൽറ്റി, ആരോടാണ് അലീജിയൻസ് എന്നൊന്നും തീരുമാനിക്കാൻ കഴിയാത്ത, അങ്ങനെ വ്യക്തമായ സുനിശ്ചിതമായ സുദൃഢമായ വിശ്വാസ്യതയോ വിശ്വസ്തതയോ ലോയൽറ്റിയോ ഒന്നുമുള്ള ഒരു ഗ്രൂപ്പ് സംവിധാനം തരില്ല. അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നുകൊണ്ട് ഒരു ബൂത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറയാൻ കഴിവോ ശേഷിയോ ഉള്ള നേതാക്കന്മാരും കോൺഗ്രസില്ല. പിന്നെ സംഭവിക്കാവുന്നത് ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കോൺഗ്രസിൻ്റെ ഉള്ളിൽ വലിയ പോര് നടക്കുന്നു, അതുകൊണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യരുത്, കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കാനാണ്, അല്ലെ ഇത് പുറത്ത് CPM നടത്തുന്നതല്ല, ആ പെർസെപ്ഷൻ ഒരു ഭാഗത്ത് നിന്ന് മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് സ്വന്തമായി ഭരണനേട്ടമില്ലാത്ത ഒരു ഭരണമുന്നണി കൂടി വളരെ ബോധപൂർവം ശ്രമിക്കുന്ന ഒരു കോൺഗ്രസിലെ ചെറിയ ചെറിയ പിണക്കങ്ങളെ വലിയ വാർത്തകളാക്കി കോൺഗ്രസ് ഗ്രൂപ്പുകൾ കൊണ്ട് തന്നെ കോൺഗ്രസ് തകരും എന്ന ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം. കോൺഗ്രസിലെയും ചെറിയ അനക്കങ്ങൾ പോലും വാർത്തയാകും. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ ഇത്രയധികം ഉള്ളപ്പോൾ ഒരു ചെറിയ അനക്കം പോലും അത് വാർത്തയാകും. അങ്ങനെ വാർത്തയാക്കാൻ കോൺഗ്രസിൽ അതൊരു സത്യമാണല്ലോ. അനങ്ങിയാൽ പ്രതികരണം എങ്ങനെയാണ് വരുന്നത്? പ്രതികരണങ്ങൾ എങ്ങനെയാണ് വരുന്നത്? 5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥർ പണിമുടക്കിയ ഒരു ദിവസമാണ്. എന്നിട്ടോ ഇന്നത്തെ ദിവസം 5 ലക്ഷം സർക്കാർ ജീവനക്കാർ കേരളത്തിൽ പണിമുടക്കിലാണ്. ഈ സർക്കാരിന് പറയുമ്പോൾ ഏതാണ്ട് ആ വാർത്തകളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതിനെ വെല്ലുന്ന രീതിയിൽ നേതാക്കൾ ഇറങ്ങി തിരിച്ചാൽ എന്ത് ചെയ്യും? വിഷയം പാർട്ടി തരില്ലേ ഇങ്ങോട്ട്? അല്ല, 5 ലക്ഷം കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10-25 ലക്ഷം ആളുകൾ ഈ സർക്കാരിനെതിരെയുള്ള വികാരമായി പരസ്യമായ രംഗത്ത് വരുമ്പോൾ അത്തരമുള്ള വികാരങ്ങളെയൊക്കെ മറയ്ക്കാൻ അതിനേക്കാളൊക്കെ വലിയ സംഭവങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ പോരടിക്കുന്നതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. പ്രതിപക്ഷത്തിൻ്റെ പോരടിക്കുന്നതുകൊണ്ട് വീണ്ടും LDF അധികാരത്തിൽ വരും എന്നൊരു നരേറ്റീവ്. മറ്റൊന്നും പറയാനില്ലാത്ത ആളുകൾ അത്തരം ഒരു നരേറ്റീവ് പറയേണ്ടവർ പോരടിക്കുകയാണോ എന്നുള്ള ചോദ്യമാണല്ലോ അവിടെയുള്ളത്. Debate with Smriti Parathikkad.